കളിയാക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആ കളിയാക്കലുകളിൽ ഞാൻ മനസ്സിലാക്കിയ എന്റെ കാര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സൊസൈറ്റിയിലേക്ക് എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു കാര്യം. അതിപ്പോ എന്ത് കാര്യമായാലും അങ്ങനെയായിരിക്കും എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഞാൻ അങ്ങനെ എന്നെ ചീത്ത പറയാനോ അല്ലെങ്കിൽ ചിപ്പോന്ന് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നും ചെയ്യാറില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ സമൂഹത്തിന് ഇട്ട് കൊടുക്കാറില്ല. സോ അതുകൊണ്ട് ഇന്നേ വരെ എനിക്ക് അങ്ങനെ പേഴ്സണലി ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് വന്നിട്ടില്ല. പിന്നെ ട്രാൻസ് എന്നുള്ളൊരു ലേബല് ഉള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സിയ ഫഹദ് ഇവരുടെ ട്രാൻസ്ജെൻഡറാണ്. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു ആൾക്കാരാണ്. അവർക്കൊരു കുഞ്ഞുമുണ്ട്. അവർ വീഡിയോസൊക്കെ ഞാൻ കാണാറുള്ളതാണ് കേട്ടോ. അപ്പം ഫഹദ് ആണിനെ പോലെയും അതുപോലെ സിയ പെണ്ണായിട്ടുമാണ് നടക്കുന്നത്. ഫഹദ് തന്നെയാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. പക്ഷെ അവർ അച്ഛനും അമ്മയും അച്ഛനുമാണ്. അങ്ങനെയാണ് അവരുടെ ജെൻഡർ അവർ ഇതാക്കുന്നത്. പക്ഷേ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ ഒട്ടുമിക്ക ആളുകളെ എടുത്ത് നോക്കുന്ന സമയത്തും നമുക്ക് കാണുമ്പോൾ എന്താ പറയുക, അരോചകവും അതുപോലെ തന്നെ വെറുപ്പിക്കുന്ന തരത്തിലാണ്. വേറെ ആരെയും വേണ്ട, നമ്മൾ ജാസിയുടെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സത്യം പറഞ്ഞ പുള്ളിക്കാരൻ വെറുപ്പിക്കലാണ്. പുള്ളിക്കാരി എന്ന് പറയിക്കാനേ തോന്നില്ല. പക്ഷേ ഇവരുടെ ആ ഒരു ഫാമിലി ലൈഫ്, ആ കുഞ്ഞിനെയും വെച്ച് ആ കുഞ്ഞിനെ നോക്കുന്ന ആ ഒരു കെയർ, അതുപോലെ അവരുടെ ആ സംസാര രീതി, ആ കുഞ്ഞിനോടുള്ള സ്നേഹം, ആ എന്താ പറയുക, ട്രാൻസ്ജെൻഡർ ആണെന്ന് തന്നെ നമുക്ക് മറന്നു പോകും. ആ ഒരു രീതിക്കാണ് അവരുടെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ. അതുപോലെ ആ കുഞ്ഞിനെ ശരിക്കും പെണ്ണായി പറഞ്ഞവർക്ക് അങ്ങനെ ആ മക്കളെ നോക്കാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. ആ സിയ എന്ന് പറഞ്ഞ ആ വ്യക്തി ആ കുഞ്ഞിനെ നോക്കുന്നത് അത്രയും സ്നേഹത്തോടെ. ആ കുഞ്ഞിനാണെങ്കിലും ഫഹദിനേക്കാളും സ്നേഹം ആ കുഞ്ഞിൻ്റെ ഓരോ വീഡിയോസിൽ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഫഹദിനേക്കാളും സ്നേഹം സിയേനെയാണ് ആ വീഡിയോസിലെല്ലാം. എന്ത് സ്നേഹമായിട്ടുള്ള ആ ഒരു ഇതാണല്ലോ. അപ്പോൾ അവർ സിയ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് നെഗറ്റീവ് വരുന്ന രീതിയിൽ അവർ പബ്ലിസിറ്റിക്ക് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതാണ് പക്ഷെ വാസ്തവം ജാസി എന്ന് പറയുന്ന വ്യക്തി, ജാസി എന്ത് സൊസൈറ്റിയിലോട്ട് അല്ലെങ്കിൽ പബ്ലിക്കിലോട്ട് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ എന്താ പറയുക, വെറുപ്പിക്കലും അതുപോലെ പുള്ളിക്കാരൻ്റെ നെഗറ്റീവ് തന്നെ വന്നു ചേരണം എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ്റെ പല വീഡിയോസിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവരുടെ ഫോളോവറാണ്. അതുപോലെ ആ കുഞ്ഞിൻ്റെ ആ ഒരു കുസൃതികളും ആ കുഞ്ഞിൻ്റെ ആ ഒരു വീഡിയോസുകളും കാര്യങ്ങളൊക്കെയാണ് അവർ ഉൾപ്പെടുത്തുന്നത്. ആ കുഞ്ഞിൻ്റെ ആ ഒരു ആ ജീവിത ശൈലി കണ്ടാൽ തന്നെ ആ കുഞ്ഞ് മറ്റുള്ളവരോട് പെരുമാറുന്നതും അതുപോലെ ആ വീഡിയോസിലുള്ള ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ കുഞ്ഞ് എത്രത്തോളം അവരുടെ മുമ്പിൽ സേഫാണ് എന്നുള്ളത്. സ്വന്തം കുഞ്ഞിനെ പോലും പ്രസവിച്ച് പുറന്തള്ളുന്ന സ്ത്രീകളുണ്ട് അല്ലേ. ആ സ്ത്രീകൾക്കൊക്കെ ഒരു മാതൃകയാക്കേണ്ടവരാണ് ഈ സിയ, ഇവരുടെ ഈ ദാമ്പത്യം എന്ന് പറയുന്നത്. ഈ ഇടയ്ക്ക് ഫഹദിനെ കാണാതെ തന്നെ, ഫഹദാണോ എന്താണോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കറക്റ്റായിട്ടും. അതെനിക്കൊരു സംശയമുണ്ട്. സിയ സഹദ് എന്നാണ് തോന്നുന്നു. ഫഹദല്ല, സോറി, സഹദ് എന്ന് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവർ സഹദിനെ കാണാതെ കുറേ വീഡിയോസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന കമൻസ് ഇങ്ങനെയായിരുന്നു, ഇവർ തമ്മിൽ വേർപിരിഞ്ഞു, ഇവർ ഡിവോഴ്സായെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. പുള്ളിക്കാരൻ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ തിരക്കിലാണ്. അപ്പോൾ ആ ഒരു രീതിക്കായിരുന്നു ആ ഒരു വീഡിയോ. അവരുടെ ആ ഒരു ലൈഫ് എടുത്ത് നോക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ നേരെയായിട്ടുള്ള പുരുഷന്മാരും കണ്ടിരിക്കേണ്ട ആ ഒരു ലൈഫ് തന്നെയാണ്. ആ കുഞ്ഞിനോടുള്ള കാണിക്കുന്ന അവരുടെ ആ രണ്ടുപേരുടെ സ്നേഹവും അതുപോലെ ആ കുഞ്ഞിൻ്റെ ആ ഒരു ലാളിത്യവും ആ കുഞ്ഞിൻ്റെ ആ ഒരു ഓമനത്വവും അതൊക്കെ ആ കുഞ്ഞിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ കുഞ്ഞ് അവരുടെ കയ്യിൽ എത്രമാത്രം സേഫാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഇവരെ കണ്ടു പഠിക്കണം മറ്റുള്ള ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ജാസിയെ പോലുള്ള ആളുകൾ. എന്താ വെച്ചാൽ സമൂഹത്തിന് അവർ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൊടുക്കുന്നില്ല. പക്ഷേ ഇവരങ്ങനെയല്ല. പബ്ലിക്കിലേക്ക് നല്ലൊരു ഇതാണ് കൊടുക്കുന്നത്. പുള്ളിക്കാരിയാണെങ്കിലും നല്ലൊരു ഡാൻസറാണ്. സിയ നല്ലൊരു ഡാൻസറാണ്. ആ ഒരു ഡാൻസ് തന്നെ കുഞ്ഞിനും പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അവരുടെ ആ ഒരു വീഡിയോസുകളും കാര്യങ്ങളും ആ കുഞ്ഞിനോടുള്ള സ്നേഹവും എടുത്തു നോക്കുന്ന സമയത്ത് ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് തന്നെയാണ് നമുക്ക് കാണുന്ന സമയത്ത്. അപ്പോൾ ഓരോ ട്രാൻസ്ജെൻഡേഴ്സും ഇവരുടെ ആ ഒരു വീഡിയോസ് കാണണം. അവരുടെ ആ ഒരു എളിമയും അതുപോലെ ആ വീട്ടിലുള്ള അവരുടെ ആ ഒരു പെരുമാറ്റം, ആ ഒരു ഡ്രസ്സിങ് ആണെങ്കിലും എന്തൊരു കാര്യം എടുത്ത് നോക്കുമ്പോഴും അവരുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും
ഒരു വേറെ ലെവൽ തന്നെയാണ്. ഓരോ ട്രാൻസ്ജെൻഡേഴ്സും കണ്ടിരിക്കേണ്ട ആ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് ആ ഒരു സിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ, ഈ ഒരു ഇത് കണ്ടപ്പോൾ നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കണ്ടപ്പോൾ എനിക്കൊരു ഇതൊന്ന് എടുത്ത് റിയാക്ട് ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്. അതുമല്ല, ഞാൻ ഇവരുടെ ഒട്ടുമിക്ക വീഡിയോസുകളും കാണുന്നതാണ്. ആ കുഞ്ഞിൻ്റെ ഉൾപ്പെടെ ഒട്ടുമിക്ക വീഡിയോസും കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു വീഡിയോ ഭയങ്കര ഒരു ഇത് തോന്നി, പോസിറ്റീവായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഒരു ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.